ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. 2 ഷെയ്ഡാണ്. ഒരു ലൈറ്റ് ഗ്രീനും ഒരു ലൈറ്റ് പിങ്കും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്ലൂ ഗണ്ണാണ്. അതുപോലെ ഇതുപോലത്തെ കുറച്ച് സ്റ്റിക്സും. അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഗൈസ് ഞാൻ നമ്മുടെ ഈ പിങ്ക് കളർ പേപ്പറില്ലേ അതിന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അപ്പം നമുക്ക് പെറ്റൽസ് ഇതുപോലെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ കുറേ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ലീഫ് വേണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഈ ലീഫിൻ്റെ ആകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 ലീഫായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് ഈ പെറ്റൽസ് എല്ലാം ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം ഗൈസ്. ഇതുപോലെ ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ പേപ്പർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ പെറ്റൽസും ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഈ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനിങ്ങനെ ചുറ്റി കവർ ചെയ്ത് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനിഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വന്നിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ പെറ്റൽസ് ഉണ്ടല്ലോ അതിനെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതും നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇതുപോലെ 2 സൈഡിലാക്കി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലീഫും റെഡിയായി. അപ്പോൾ ഗൈസ് നമ്മളെ ഫ്ലവർ മേക്കിംഗ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു 2 ഫ്ലവറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഗൈസ് നമുക്കിതിലേക്ക് ഒരു ഫ്ലവർ ബോട്ടിലും കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഒരു കുപ്പീൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ ഗ്ലിറ്റർ പേപ്പർ നമുക്ക് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു ബോയും കൂടി ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കിഡിലൊരു ഒരു ഫ്ലവർ ബോട്ടിലും ആവും. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറെല്ലാം ഇതിലേക്ക് ഇറക്കി വെച്ച് നോക്കാം. ഞാൻ ഇതിൽ കുറച്ച് ഹൈറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവർ ബോട്ടിൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.